സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അനുപമ പരമേശ്വരൻ്റെ കുറച്ച് വെളിപ്പെടുത്തലുകളാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് അനുപമ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാര വിഷയമാണ്. അത് തുടങ്ങിയത് അനുപമ ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. താനൊരു ടോക്സിക് റിലേഷനിൽ നിന്ന് ഫ്രീ ആയി എന്ന് പറഞ്ഞ അനുപമ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ടോക്സിസിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന പോസ്റ്റുകൾക്ക് അനുപമ കമന്റ് ഇട്ട് തുടങ്ങിയപ്പോൾ അതും ശ്രദ്ധ നേടിയിരുന്നു. ഇതിനിടയിൽ അനുപമ പങ്കെടുത്ത ഒരു പ്രൊമോഷണൽ ഇവന്റിൽ ഒരാൾ ഒരു ചോദ്യം ഉന്നയിച്ചു. അനുപമ ഷെയർ ചെയ്ത പോസ്റ്റിനെ കുറിച്ചായിരുന്നു ആ ചോദ്യം. അതിന് അനുപമ ബോൾഡായിട്ട് തന്നെ മറുപടി പറയുകയുണ്ടായി. ഇതെൻ്റെ സോഷ്യൽ മീഡിയ ആണ്, ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അത് എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നു, എൻ്റെ ജീവിതം എങ്ങനെ പോയി എന്നൊന്നും നിങ്ങൾക്ക് ഒരു പിടിയുമില്ല എന്ന് വളരെ ബോൾഡായിട്ട് തന്നെ അനുപമ റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈയും വളരെ വേഗത്തിൽ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയുണ്ടായി. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ധന്യ വർമ്മയ്ക്ക് അനുപമ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ വളരെ വ്യക്തമായി അനുപമ പറയുന്നുണ്ട്, താൻ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായി. അദ്ദേഹം ഒരു നാർസിസിസ്റ്റ് ആയിരുന്നു എന്നാണ് അനുപമ പറയുന്നത്. അതെനിക്ക് ചുറ്റുമുള്ള എല്ലാവരും മനസ്സിലാക്കി, എൻ്റെ ഫ്രണ്ട്സ് മനസ്സിലാക്കി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്റ്റാഫ് മനസ്സിലാക്കി, എൻ്റെ പേരൻസ് മനസ്സിലാക്കി. പക്ഷെ ഞാൻ മാത്രം അത് മനസ്സിലാക്കാൻ യൂണിവേഴ്സ് ഒരു അവസരം കൊണ്ടുവന്നു എന്നാണ് അനുപമ പറയുന്നത്. ഈ നാർസിസിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ആ വ്യക്തിക്ക് അയാളോട് മാത്രമേ സ്നേഹമുള്ളൂ. കൂടെ നിൽക്കുന്നവരോട് ഒരു സിമ്പതിയോ എമ്പതിയോ ഒന്നും തന്നെ ആൾക്കുണ്ടാവില്ല. കൂടെയുള്ള ആളെ അയാൾ അറിയാതെ ട്രിഗർ ചെയ്യിക്കുക, അയാളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തിക്കുക, ഇതൊന്നും ഡയറക്റ്റ് ആവില്ല ചെയ്യുന്നത്. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അയാളോട് പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യിക്കുകയായിരിക്കും ചെയ്യുക. അനുപമ പറയുന്നത്, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വീട്ടിലൊരു സ്വഭാവമായിരിക്കും, പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു സ്വഭാവമായിരിക്കും, നമ്മളുടെ അടുത്ത് മറ്റൊരു സ്വഭാവമായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ പണിഷ്മെന്റ് തന്നു തുടങ്ങും. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ പണിഷ്മെന്റ്സ് ഒന്നും അല്ല, സൈലൻസ്. പെട്ടെന്ന് സംസാരം നിർത്തുക. ഡെയിലി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പിന്നെ മിണ്ടുകയില്ല. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന അപ്രോച്ച് പെട്ടെന്ന് വിഡ്രോ ചെയ്യുക. അതായത് നമുക്ക് തന്നിരുന്ന കെയർ അതൊക്കെ പെട്ടെന്ന് വിഡ്രോ ചെയ്യുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റ്സ്. പിന്നീട് പതുക്കെ പതുക്കെ ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ക്യൂരിയസ് ആവുക. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുക, ചില റിലേഷൻഷിപ്സുകൾ കട്ട് ചെയ്ത് തുടങ്ങുക. അനുപമയെ പോലെ ഒരാൾ ഇത്ര പവർഫുൾ ആയിട്ട് അത് ഓവർകം ചെയ്ത് ഇത്ര സ്ട്രോങ് ആയിട്ട് അത് പുറത്തു വന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അനുപമയോട് ഒരു ബഹുമാനം തോന്നി. അതിനിടയിൽ അനുപമ പറയുന്ന വലിയൊരു പോയിന്റ് ഉണ്ട്. ഞാനിത് പുറത്തു പറഞ്ഞപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞതെന്ന് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. എന്നിട്ടും ഞാൻ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുന്നത്, ഏകദേശം 100% ആൾക്കാരിൽ 90% ആൾക്കാർ ഇതിനെ നെഗറ്റീവായിട്ട് എടുത്തേക്കാം. ഞാൻ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ 10% ആൾക്കാർ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവില്ല ഞാൻ ഇങ്ങനെയുള്ള ഒരാളുമായിട്ടാണ് റിലേഷനിലുള്ളത്. ഞാനൊരു പവർഫുൾ ലേഡിയാണ്, അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരാൾ ഇത് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു 10% ആൾക്കാർ എൻ്റെ കൂടെ നിന്നാൽ മതി. ആ 10% ആൾക്കാർക്ക് വേണ്ടി ഈ 90% നെഗറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അനുപമ പറയുന്നത്. താൻ റിലേഷനിലായിരുന്നത് ഒരു അന്യൻ കഥാപാത്രമുള്ള വ്യക്തിയുമായിട്ടാണ്. അതായത് ഒരു ദിവസം ആൾ റെമോ ആണെങ്കിൽ, ഇതുപോലൊരാളെ കിട്ടിയത് ഞാൻ എന്തു ഭാഗ്യവതിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. പിറ്റേ ദിവസം ആൾ അന്യനായിരിക്കും. ആ സമയത്ത് നമ്മളെ ആരെങ്കിലും കുത്തിക്കൊല്ലുകയാണെങ്കിൽ പോലും ഇയാൾ തല തിരിച്ചു പോലും നോക്കില്ല. 3rd ഡേ ആകുമ്പോൾ ഇയാൾ അമ്പയായി മാറും. കാലു പിടിക്കുന്നു, കരയുന്നു, ബെഗ് ചെയ്യുന്നു, അങ്ങനെ. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാൻ പോലും ആളുടെ അനുവാദം വേണ്ടി. അതിന് ഉദാഹരണമായി അനുപമ പറയുന്നത്, ഞാനൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ നീ എന്തിനാണ് അങ്ങനെ ഇട്ടത്, ഇങ്ങനെ ഇട്ടുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുന്നു. പിന്നീട് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തിനാണ് വെറുതെ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ആളോട് നേരത്തെ തന്നെ അഭിപ്രായം ചോദിക്കുന്നു. അങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങൾക്കും പെർമിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. തൻ്റെ കരിയറിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയുടെ പ്രൊമോഷന് പോലും തന്നെ വിട്ടില്ല എന്ന് അനുപമ പറയുന്നു. തമിഴിലെ ഒരു പ്രമുഖ നടൻ്റെ മകനും നടനുമായിട്ടുള്ള വ്യക്തിയുമായിട്ടായിരുന്നു അനുപമ പരമേശ്വരൻ റിലേഷനിലായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. റിലേഷനിലായി 3 മാസത്തിനുള്ളിൽ തന്നെ ഈ നടൻ്റെ കുടുംബം എന്നാണ് നമ്മൾക്ക് എൻഗേജ്മെൻറ്റ് നടത്തുക എന്ന് ചോദിച്ചതായും അനുപമ പറയും. എന്നാൽ താനാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് വേണ്ട എന്നും സമയം വേണം എന്നും പറഞ്ഞിരുന്നത്.